നമ്മുടെ മദർ സുപ്പീരിയർ എന്തോ പറയുന്നുണ്ട്, കേട്ടാലോ? ഈ മതത്തിൽപ്പെട്ടവർ ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് സത്യം ഹിജാബ് ധരിക്കാൻ കുട്ടിക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനം? എന്താണ് നിലവിലെ തീരുമാനം? മതേതരത്വ രാജ്യമാണ്, ഇവിടെ എല്ലാ കുട്ടികളും ഈക്വലാണ്, എല്ലാവരും ഈക്വലാണ്. ഒരു ഈക്വൽ ആയിട്ട് തന്നെ പഠിച്ചു. ആവശ്യമില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ല അത്. ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് സത്യം കറക്റ്റാണ്. മതേതര രാജ്യമല്ലേ, മതേതരത്വമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സത്യത്തിൽ ഈ സ്ത്രീക്കാണ് ആദ്യം ക്ലാസ് കൊടുക്കേണ്ടത്. ഇവരുടെ ഇംഗ്ലീഷിനെ പറ്റിയൊന്നും ഞാൻ പറയത്തില്ല. മേ ബി ചിലരുടെ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ആയിരിക്കാം. എൻവെൻമെന്റ് അല്ലെങ്കിൽ എൻവെറോൺമെന്റ് എന്നൊക്കെ പറയുന്നത്, ആ ഡിഫറൻസ് ഒന്നും ഞാൻ പറയാൻ തയ്യാറല്ല. അതൊരു മീഡിയമാണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് ഭാഷ എന്ന് പറയുന്നത്. വ്യത്യസ്ത ഭാഷകൾ അറിഞ്ഞിരിക്കുന്ന ഒരു ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ അതൊരു പ്രിവിലേജോ ആയിട്ട് പറയുന്നതൊക്കെ മണ്ടത്തരവും മൂടത്തരവുമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇപ്പം ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ പോലും എനിക്ക് ചിലപ്പോൾ അറബിക് വേർഡുകൾ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ ചെറിയ തെറ്റ് വരും. സൈബറോ സൂപ്പറോ ഏതെങ്കിലും ഒരു സാധനം തെറ്റിപ്പോയാൽ മൊത്തം അർത്ഥം തെറ്റുന്ന ഒരു ഭാഷയാണ്. അത് കഠിനമായ ഒരു ഭാഷയാണ്. അത് അറിയുന്നവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടെന്നല്ല, അത് പഠിച്ചത് അവരുടെ മികവ്, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രിൻസിപ്പാൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ ആ സ്ത്രീക്ക് അറിയില്ല എന്ന് അവരുടെ ആ പ്രഭാഷണത്തിൽ കൂടെ മനസ്സിലായി. പിന്നെ ഇങ്ങനെ കടിച്ച പൊട്ടാത്ത കണക്ക് പറയുന്നത്, മിക്ക സ്കൂളുകളിലെയും കുട്ടികൾ ഇതുപോലെ ഇൻട്രോ കൊടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇമാതിരിയാണ് കുട്ടികൾ പറയുന്നത്. എന്തിനാണ് ഇത്രയും ആർട്ടിഫിഷ്യാലിറ്റി എന്ന് എനിക്ക് അറിയത്തില്ല. മുന്നിലിരിക്കുന്ന സദസ്സ് നമ്മൾക്ക് അറിയുന്ന കുറച്ച് മനുഷ്യരാണ്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സ്ഫുടമായി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല പഠിത്തം എന്ന് ഞാൻ പറയാം. അല്ലാണ്ട് കടിച്ചാ പൊട്ടാത്തതിരി തലയും കുലുക്കി കിണിച്ചുകൊണ്ട് പറയുന്നതിനെ ഭാഷാ ശുദ്ധി എന്ന് ആരും പറയത്തില്ല. പിന്നെ ഭാഷാശുദ്ധി അവർക്കില്ല, അത് പോട്ടെ. ഇനി എൻ്റെ ഒരു കാര്യം, അവർ ചിരിക്കുന്നതിനെ പറ്റിയും കുറേ പേരുടെ കമന്റ്സ് കണ്ടു. അല്ലയോ സുഹൃത്തുക്കളെ, അവർ ചിരിച്ചൂടെ? അവർക്ക് ചിരിച്ചുകൊണ്ട് പറയാൻ കഴിയുമല്ലോ. കാരണം 13 വട്ടം ഒരുത്തൻ ബലാത്സംഗം ചെയ്യുകയാണ്. 13 വട്ടം ബലാത്സംഗം ചെയ്തതിനെ പറ്റി പരാതി പറഞ്ഞപ്പോൾ അവരെ അഭിസാരിക എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവരെ നീക്കി നിർത്തി സഭ രക്ഷിക്കാൻ ശ്രമിച്ചത് 500 കോടി ചെലവിട്ട് മറ്റേ പ്രതിപുരുഷനെയാണ്. പ്രതിപുരുഷന്മാർക്കുള്ള വാല്യൂ ഇവറ്റുകൾക്കില്ല എന്ന ആ ഒരൊറ്റ വിഷയത്തിൽ കൂടെ തന്നെ തെളിവാണ്. അപ്പൊ പിന്നെ തട്ടക്കെട്ടും കെട്ടിക്കൊണ്ടിരിക്കുന്ന തള്ളക്ക് ഇതിൽ കൂടെ ഒരു പ്രിയോറിറ്റി ഇട്ടുകയാണ്. ആളുകൾ കുറച്ച് നോക്കുന്നു, ക്യാമറയും കൊണ്ടുവന്നു ചോദിക്കുന്നു. അപ്പൊ തള്ള വിചാരിക്കും, ഓ ഞാൻ എന്തോ സംഭവമായി എന്ന്. അതുകൊണ്ടുള്ള കിണിയാണ് ആ കിണിച്ച് കാണിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ മൗലിക അവകാശങ്ങൾ എന്താണ്? ആഹാരം, അല്ലേ, വസ്ത്രം, സഞ്ചാര സ്വാതന്ത്ര്യം. ഇത് മൂന്നും നമ്മുടെ മൗലിക അവകാശമാണ്. ജയിലുകളിൽ പിടിച്ചിട്ടാൽ സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമേ കട്ട് ചെയ്യുള്ളൂ, ആഹാരവും വസ്ത്രവും അവിടെ കിട്ടും. അതായത് മൗലികാവകാശങ്ങളുടെ ലംഘനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. മൗലികാവകാശം ഒരുപാടുണ്ട്, ലിസ്റ്റ് ഓഫ് ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ആഹാരവും വസ്ത്രവും സഞ്ചാര സ്വാതന്ത്ര്യവും തന്നെയാണ്. ഇത് വിലക്കാനോ ഇത് നിഷേധിക്കാനോ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മൗലികാവകാശത്തിൽ ആരും അഭിപ്രായം പറയുന്നത് മൗലികാവകാശം തന്നെയാണ്. പക്ഷെ ഈ ഒരു അഭിപ്രായം ചിലയിടങ്ങളിൽ നമുക്ക് പാടില്ലാതെ വരും. കാരണം ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമുക്ക് അഭിപ്രായം പറയാൻ ഒക്കത്തില്ല, അവിടെ അടി കിട്ടും നമുക്ക്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതുകൊണ്ട് തന്നെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റത് മൂന്നും ലിമിറ്റേഷൻസ് പ്രഖ്യാപിച്ചിട്ടില്ല. അതിലും സഞ്ചാര സ്വാതന്ത്ര്യം ജയിലുകളിൽ നിഷേധിച്ചാൽ പോലും മറ്റത് രണ്ടും കൃത്യമായിട്ട് കൊടുക്കും എന്നുള്ളതാണ്. ഇനി മതേതരത്വം എന്നാണ് ഇവർ പറയുന്നത്. ശരി, മതേതരത്വം സമ്മതിച്ചു. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. എന്തുകൊണ്ടാണ് ഈ മതേതരം എന്ന് പറയുന്നത്? സത്യത്തിൽ ഇവർക്ക് ഇംഗ്ലീഷ് ക്ലാസ് മാത്രമല്ല, ഇവർക്ക് ശരിക്കുള്ള ഒരു പഠനം അനിവാര്യമാണ്. ഈ സ്ത്രീ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവർ പറയുന്ന മതേതരത്വവാദം എന്താണ്? നാനാ മതസ്ഥർ ജീവിക്കുന്ന ഒരു രാജ്യം, അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുമുള്ള ഈ ഒരു പെർമിഷൻ എന്ന് പറയുമ്പോൾ അത് ഭരണപക്ഷത്തിരിക്കുന്നവരുടെ കാര്യമാണ്. നമുക്ക് പെർമിഷൻ ഒന്നും ആവശ്യമില്ല, നമ്മൾ സ്വതന്ത്രരാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്ന സ്വതന്ത്രരായ പൗരന്മാരാണ് നമ്മൾ. നമുക്കാരുടെയും പെർമിഷൻ വേണ്ട. പക്ഷെ അത് ഗ്രാൻഡഡ് ആണ്, അത് പെർമിറ്റഡ് ആണ്. അതിനകത്ത് ആർക്കും ഒന്നും പറയാൻ ഒക്കത്തില്ല. അപ്പൊ മതേതരത്വം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഒരു മതവും വേണ്ട, നമ്മൾ ഇങ്ങനെ എങ്ങോ നിന്നാൽ മതി എന്നല്ല. അത് ഏതൊരു വിഷയത്തിൽ ഇപ്പൊ നമ്മളൊരു രാഷ്ട്രീയമായ നിലപാടെടുക്കുകയാണെങ്കിൽ ഒരു മതവിശ്വാസത്തിനെ നമ്മൾ ബേസ് ചെയ്യേണ്ട. രാഷ്ട്രീയം പറയുന്ന, നമ്മുടെ രാഷ്ട്രീയത്തിന് ഫേവർ ചെയ്യുന്ന, നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെ ജയിപ്പിച്ച് വിടാൻ നമ്മൾ അവിടെ മതം നോക്കണ്ട. അതാണ് മതേതരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള പെർമിഷൻ അവിടെ ആർട്ടിക്കിൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് അവർക്ക് ജീവിക്കാം. ഇനി തലയിൽ തട്ടം ഒരു പ്രഹസനമാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഈ തള്ളയോടും തള്ളയെ സപ്പോർട്ട് ചെയ്യുന്നവരോടത്തും എൻ്റെ ഒരു ചോദ്യം, മലബാർ മേഖലകളിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മലപ്പുറത്തൊക്കെ പോയി നോക്കുക, മലപ്പുറം മെജോറിറ്റി മുസ്ലിംസിന്റെ ഒരു ഏരിയയാണ്. അവിടെയുള്ള ക്രിസ്ത്യൻ സ്കൂളിൽ ഈ നിയമം ഒന്ന് പാസ്സാക്കാൻ പറ്റുമോ? അല്ല, നടക്കുമെന്നൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്, ചുമ്മാ ചോദിച്ചാണ്. ഇനി അതിന് വേണ്ടി എന്നെ അടിക്കാൻ വരണ്ട.
നിങ്ങളുടെ മതേതരത്വവാദം നിങ്ങൾ മലബാറിലെ സ്കൂളിൽ കൊണ്ട് നടത്തുമോ? ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുള്ള സ്കൂളുകൾ അവിടെ തന്നെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഈ നിയമം പാലിക്കാൻ, ഈ നിയമം നടപ്പിലാക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? അപ്പൊ എന്താ കാസാക്കുട്ടന്മാർക്ക് മതേതരത്വവാദമില്ലേ? ഇപ്പൊ ഇവിടുന്ന് പിരിഞ്ഞു പോയ പെൺകുട്ടികളിൽ പലരും പോയി മറ്റൊരിടത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും തന്നെ ഈ ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പം ഇന്നലെ തന്നെ അവിടുന്ന് പിരിഞ്ഞു മാറിയ ആ കുട്ടി TC വാങ്ങി പോകുന്ന മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിലേക്ക് തന്നെയാണ്. അവിടെ അവർക്ക് തട്ടമിടാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. എന്തേ ഈ മതേതരവാദം അവിടെ വേണ്ടായോ? എന്താണ്? അപ്പൊ ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ തള്ളക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കിട്ടും. ഇവർക്ക് ആ പ്രതിപുരുഷൻ കുറച്ച് പ്രിയോറിറ്റൈസ് കൊടുക്കുകയും കുറച്ചധികം നേരം പിടിച്ചിരുത്തി സുല്ലു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ശരി തന്നെ ഒരു പ്രിൻസിപ്പൾ എടുക്കേണ്ട സ്റ്റാൻഡ് അല്ല ആ സ്ത്രീ എടുത്തിട്ടുള്ളത്. തലയിൽ തട്ടം വെട്ടും വട്ടക്കെട്ടും കെട്ടിക്കൊണ്ട് നിന്നല്ല മറ്റു കുട്ടികൾ തട്ടം ഇടണമോ വേണ്ടയോ എന്ന് നിഷ്കർഷിക്കുന്നത്. അവിടെ ഉണ്ട് അവരുടെ ആ വ്യവസ്ഥകേട്. അവർക്ക് ഇങ്ങനെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ കുട്ടിക്കും അത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവള് യൂണിഫോം തൂരെ എറിഞ്ഞിട്ട് മറ്റേതിട്ടോണ്ട് വരുമെന്നല്ല പറഞ്ഞത്. കറുത്ത പർദ, അതായത് അവർ ഉപയോഗിക്കുന്ന ബുർക്ക, അതല്ല അവള് പറഞ്ഞത്. നിക്കാബ്, മുഖം മറയ്ക്കൽ, അതുമല്ല അവൾ ഉപയോഗിച്ചിട്ടുള്ളത്. തലയിലെ തട്ടമാണ്. അത് ഞങ്ങൾക്ക് മാൻഡേറ്ററി, നിർബന്ധമാണ്. ഞങ്ങൾക്ക് തലയിൽ തട്ടം ഇടുക എന്നുള്ളത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന് നിർബന്ധമാണ്. അത് ചോയ്സ് ആയതുകൊണ്ടാണ് ആരും തലയിൽ തട്ടമിടാത്ത പെണ്ണുങ്ങളെ കയറി ആക്രമിക്കാത്ത. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് ജനാധിപത്യമായ രീതിയിലുള്ള ഒരു പുസ്തകത്തിനെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ടാണ്. അവിടെ ജനാധിപത്യമാണ് മുൻപോട്ട് വെക്കുന്നത്. ഇന്ന് കണ്ടുപിടിച്ച പല കാര്യങ്ങളും 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ചേർക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണ് അവർ ചെയ്യുന്നത്. തലയിൽ തട്ടം എന്ന് പറയുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ മാത്രം റെസ്ട്രിക്ഷൻ അല്ല, ഇത് റെസ്ട്രിക്റ്റഡുമല്ല, അത് അവരുടെ ചോയ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നോർത്ത് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർ പോലും തലയിൽ നിന്ന് തട്ടം എടുക്കാൻ പറ്റില്ല. തട്ടം ഇട്ടുകൊണ്ടേ പറ്റുള്ളൂ, നിർബന്ധമാണത്. അതേപോലെ ക്രിസ്ത്യൻസ് പള്ളികളിൽ പോകുമ്പോൾ എന്തിനാ തലയിൽ തട്ടം ഇടുന്നേ? നിങ്ങൾ എന്തിനാ പള്ളികളിൽ കുർബാന കൊള്ളാൻ പോകുമ്പോൾ തലയിൽ തട്ടം ഇട്ടുകൊണ്ട് പോയിരിക്കുന്നേ? അപ്പൊ നിങ്ങൾക്കും തട്ടം നിർബന്ധമാണ്. പക്ഷേ എന്താണ്, ഇത് കമ്പൽസറി ആയിട്ട് ആരും കണ്ടിന്യൂ ചെയ്യുന്നില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ സ്ത്രീകളെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ട്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രൗഡായി അവർ കീപ്പ് ചെയ്യുന്ന ആ രാജ്യത്തെ രാജ്ഞിയെയോ രാജകുമാരിമാരെയോ ഒക്കെയാണ്. അതിനെ അടിച്ചുകൊണ്ട് പോകാൻ ചാൻസുകൾ കൂടുതലാണ്. നമ്മളുടെ അഭിമാനബോധം ഏറ്റവും കൂടുതൽ നമ്മളിൽ അത്രത്തോളം അടിച്ചേൽപ്പിക്കപ്പെടുന്ന നമ്മളുടെ പെൺകുട്ടികൾ മറ്റൊരുത്തർ കൊണ്ടുപോയി മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്നാണ്. അങ്ങനെയാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ. നമ്മുടെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകും. അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ്. നമ്മൾ പെണ്ണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടേം ഉണ്ടായിരുന്നു. ഇതിനെ ആരിഫ് KUN പറയണത് അപ്പിക്കുപ്പായമാണെന്ന്. അവന്റെ ഉമ്മ ഇട്ടിരിക്കുന്നതാണ് അപ്പിക്കുപ്പായം. കാരണം ആ തള്ളക്ക് ദൂരം കക്കൂസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന്റെ ഉമ്മ ഇട്ടുകൊണ്ട് കിടന്ന സാധനത്തിനാണ് അവ അപ്പിക്കുപ്പായം എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് അങ്ങനെയല്ലല്ലോ. ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചു തന്നെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് ഭർത്താവാണ് എന്ന് ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് ഞാനൊരു അട്രാക്റ്റീവ് പേഴ്സൺ ആണ് എന്ന് കാണിക്കേണ്ട എന്ന ചിന്താധാരയുള്ള പെണ്ണുങ്ങളൊക്കെ ഇത് ഉപയോഗിക്കും. അത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, അത് അവരുടെ ഇഷ്ടം. വേണ്ട, എല്ലാവരും കണ്ട് ആസ്വദിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നിട്ട് നടക്കുന്ന മറ്റൊരു ലെവലാണ് ഹണി റോസ് ലെവല്. അങ്ങനെയുള്ളവരും ഉണ്ട്. അതും അവർ ആഗ്രഹിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. മാന്യമായ വസ്ത്രധാരണം നടത്തുന്ന ഇതിൽ രണ്ടിലും പെടാത്ത മനുഷ്യരുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ക്രെഡിബിലിറ്റി ഉള്ള ടീമുകളെന്ന് ഞാൻ പറയും. അവനവന്റെ ശരീരം മറ്റൊരാൾക്ക് നോക്കി തിന്നാനുള്ള ഒരു സംഗതിയായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കാൻ അത്യാവശ്യം മറവുകൾ നല്ലതാണ്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. ശരീരഭാഗങ്ങൾ മറ്റുള്ളവർക്ക് നോക്കി തിന്നാനുള്ള സാധനമായിട്ട് ഇട്ട് കൊടുക്കരുത്. ഒരു സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് ഉള്ളിടത്തേക്ക് കൊണ്ടിട്ടു. അപ്പൊ എല്ലാവരും ഇതാണോ ചിന്തിക്കുന്നതെന്നൊരു ചോദ്യം വരാം. സ്വാഭാവികമാണ്. ഇപ്പൊ ബസ് എല്ലാവരും സഞ്ചരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഇരുന്നു കൊണ്ട് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് അത് അങ്ങനെ ഒരു പ്രതലമായതുകൊണ്ടാണ്. അങ്ങനെയുള്ള മാനസിക രോഗികളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മാനസിക രോഗികളിൽ നിന്ന് നമ്മളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ നടത്തുന്നത്. പിന്നെ പല ഫിലിം സ്റ്റാർസുകളും അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്നവരും ഒക്കെ സ്വയരക്ഷയ്ക്കായിട്ട് ഈ വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. അതൊരു കുറ്റമൊന്നുമല്ല. മറയ്ക്കപ്പെട്ടുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ. ഐഡന്റിറ്റി റിവീൽ ആവുക എന്നുള്ളത് കൂടെ ഇരിക്കുന്നവരുടെ കൂടെ അവകാശമാണ്. അതുകൊണ്ട് ഐഡന്റിറ്റി മറക്കരുത് എന്നുള്ളത് എൻ്റെ ഒരു ഭാഗം. ബാക്കിയൊക്കെ ഞാൻ ഒന്നും പറയാൻ താല്പര്യപ്പെടാത്തതാണ്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ TC വാങ്ങണ്ട എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഇവരുടെ അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കാൻ തയ്യാറാകുന്നവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലബാറിൽ ഇവർക്ക് മറ്റൊരു ന്യായമാണ്. മലബാറിലെ ഒരു സ്കൂളുകളിലും ഇവർ ഈ ന്യായം കൊണ്ടുവന്ന് നോക്കൂല. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവിടെ പിള്ളേരുണ്ടാവത്തില്ല. കാരണം മെജോറിറ്റി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ തലയിൽ തട്ടമിടാതെ വരില്ല. തലയിൽ തട്ടമിട്ട് വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ മതി എന്ന ടേമാണ് അങ്ങോട്ടുള്ളത്. ഇവർക്ക് പണം മാത്രമല്ലേ വേണ്ടുള്ളൂ. പിന്നെ കാസാക്കൂസന്മാരും മുസ്ലിംസും കിടന്ന് തല്ലുകൂടുമ്പം ഇടയ്ക്ക് നിന്നുകൊണ്ട് ചോര കുടിക്കാമെന്ന് വിചാരിക്കുന്ന സംഘി വാണങ്ങളോടാണ്. നിങ്ങൾക്കത് തോന്നലാണ്. ഇന്ന് ഞാൻ നാളെ നീ. ഇന്ന് ഇവരെ വിലക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നാളെ
അവർക്ക് കൂടുതൽ ഇത് വന്നാൽ, അവർ കേപ്പബിൾ ആയാൽ, നിങ്ങൾ ഇട്ടിരിക്കുന്ന പൊട്ടിൽ വരെ അവർ നിഷ്ഠ കൊണ്ടുവരും. പൊട്ട് പോലും ഇടാൻ അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ സംഭവങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. തെളിവാണ് ഈ ഒരു നമ്മുടെ നാരായണനെ സ്നേഹിക്കുന്നവർ, അതിപ്പോൾ ശിവഭക്തരല്ല, നാരായണ ഭക്തരുണ്ടല്ലോ. നാരായണ മീൻസ് മഹാവിഷ്ണു ഭക്തര്. അവരൊരു പ്രത്യേകതരം പൊട്ടിട്ടുകൊണ്ട് വരും. അത് ഇട്ടുകൊണ്ട് വരുന്നതിന് നോർത്ത് സൈഡിൽ ഭയങ്കരമായ ഒരു പെൺകുട്ടിയെ പിടിച്ച് പുറത്താക്കി ഭയങ്കര പ്രോബ്ലം ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഗ്രാജുവലി അത് നിങ്ങളിലേക്കും എത്തും. അതിന് അധിക ദിവസം വേണ്ട. ഇവിടെ മുഗളന്മാർ ഭരിച്ചപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതിനപ്പുറം പിടിച്ചടക്കിക്കൊണ്ട് നിങ്ങളെ അടിമയാക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിൽ ചേർത്ത് പിടിക്കലും ഭരണവും മാത്രമാണ് മുഗളർ നടത്തിയിട്ടുള്ളത്. മുഗളർ കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും ഒരുപാട് തന്നെയുണ്ട്. നിങ്ങളുമായി ചേർന്ന് പോകാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാരെ പോലെ ഷൂ നക്കിക്കാനും ചവിട്ടി പിടിക്കാനും നിന്നിട്ടില്ല. അതിനകത്ത് ആ വ്യത്യാസങ്ങളുണ്ട്. അത് ഞാൻ ഇനി കൂടുതൽ ഡെപ്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ശത്രുപക്ഷത്ത് നിർത്തേണ്ടവരെ ശത്രുപക്ഷത്ത് തന്നെ നിർത്തുക. അവർക്കതൊരു തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടും അവർക്ക് സപ്പോർട്ടീവായി നിന്നുകൊണ്ടും മതേതരത്വവും മൗലികാവകാശവും ഭരണഘടനയും പറയുന്നവർ ഓർക്കുക, ഇന്ന് നിങ്ങൾക്ക് ഇതിന് ഒരു ബാധ്യതയില്ല എങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതൊരു ബാധ്യതയായി മാറാൻ എല്ലാ പരുതുമുണ്ട്. ഇവർക്ക് ഫേവറുള്ള സ്ഥലങ്ങളിൽ ഇവരവരുടെ ഇത് കാണിക്കുമ്പോൾ ഇവർക്ക് ഫേവർ ഇല്ലാത്തയിടത്ത് ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് തെളിവാണ് ഞാൻ മലബാറിലെ സ്കൂളുകളെ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കൂ. മലബാറിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അവരുടെ മാനേജ്മെന്റിലുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. എന്തേ അവിടെയൊന്നും ഈ നിയമം അവർ കൊണ്ടുവരാത്തത്? കൊണ്ടുവന്നാൽ കൂട്ടിക്കെട്ടി വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. അന്തസ്സുള്ളവർ അവിടെ സ്കൂൾ നടത്തും. ഈ ഒരു വിഘടനവാദം കൊണ്ടുവന്ന രാജ്യം വിഘടിക്കും എന്നതിനപ്പുറം ആർക്കും ലാഭമില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. അതില്ലാത്തവർക്കാണ് ഇതുപോലുള്ള വായ്ത്താളം അടിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ കുറെ പേർക്ക് ഈ ശവന്തീനികൾക്ക് തിന്നാനുള്ള തിന ഇട്ട് കൊടുത്തു എന്നതിനപ്പുറം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് 140 കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ ആ 140 പേരും അതിൻ്റെയോടൊപ്പം അവരെ ചേർന്ന് നിൽക്കുന്ന കുറേ അധികം ഹിന്ദു മതവിശ്വാസികൾ പോലും അതിൽ നിന്ന് വിഡ്രോ ചെയ്യണം കുട്ടികളെ. കാരണം അവിടെ പഠിപ്പിക്കുന്ന വർഗീയതയാണ്. വർഗീയത പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ ഭാവിയിൽ അവർ ഒരു വർഗീയ വിഷജന്തുക്കളായി വളരും. അത് നമ്മളുടെ സ്വസ്ഥമായ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. വീട്ടിലൊരു കൊലപാതകി ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം നമ്മുടെ മക്കളാണെങ്കിലും അന്യ വീട്ടിലെ കുട്ടികളാണെങ്കിലും ഇത്തരത്തിലുള്ള വൾഗാരിറ്റിയും ക്രിമിനലിസവും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് തിരിച്ചറിവാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.